ഹലോ, നമ്മൾ റെഡിയായി. ഈ പെട്ടിയും പാക്ക് ചെയ്ത് എങ്ങോട്ടാണെന്നല്ലേ? ഇത് കഴിഞ്ഞ വർഷം 2025 ജൂലൈ 30 വീഡിയോ ആണേ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഞാനും ജാൻവിയും 5 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണ്. പപ്പയും അമ്മയും ചീരുവും നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഷാർജ എയർപോർട്ടിലാണ് വരുന്നത്. എത്തിയ ഉടനെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളിതേ ഉള്ളിലേക്ക് പോവുക. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. കുഞ്ഞും ലഗേജുമായിട്ട് നിന്നിട്ടും കിട്ടാത്ത പ്രയോറിറ്റി ചെക്കിങ് ഞാൻ ആട്ടിക്കൂടി മേടിച്ച് തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട അടുത്ത ചെക്കിങ് സ്റ്റേജിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ പുതിയൊരു ഫ്രണ്ട് ജിഷയെ പരിചയപ്പെട്ടു. പിന്നെ ജിഷ എന്നെ കുഞ്ഞിനെ നോക്കാനും സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞുമണി ഉറങ്ങി. പിന്നെ അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് നടന്ന് ഞാൻ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി. ജാൻവിയുടെ ഉറക്കം അപ്പോഴേക്കും കഴിഞ്ഞ് പിന്നെ കളി തുടങ്ങി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ജാൻവി പിന്നെ അവിടെ എല്ലാം ഇഴഞ്ഞ് നടന്ന് എൻജോയ് ചെയ്തു. ഫ്ലൈറ്റിലേക്ക് പോകാൻ ടൈം ആയപ്പോഴേക്കും ജാൻവിയെ ഞാൻ ജിഷയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ വാഷ്റൂം പോയി ഫ്രഷായി വന്ന ശേഷം കുഞ്ഞുമണിയുടെയും ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൈയും കാലുമൊക്കെ വൈപ്പ് ചെയ്ത് ഫ്രഷാക്കി. കുഞ്ഞുമണി അപ്പോഴേക്കും പിച്ച വെച്ച് വീണ്ടും നടന്നു പഠിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ബോർഡിങ്ങിന് സമയമായി. പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക്. ആദ്യം ബസ്സിലാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് പിന്നെ റൗണ്ടൊക്കെ ചെയ്ത ശേഷമായിരുന്നു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ജാൻവി ആദ്യമായിട്ടാണ് എല്ലാം അവെയറായ ശേഷം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. സോ അവളെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാ കിടക്കണയാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്. നമ്മൾ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി പതിയെ ഫ്ലൈറ്റിലേക്ക് കയറി. അതിലുണ്ടായിരുന്ന ചേച്ചിക്ക് നമസ്കാരവും പറഞ്ഞു ഞാനും ജാൻവിയും സീറ്റിലേക്ക് ഇരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അവിടുത്തെ ഓരോ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ തവണ വാശി പിടിക്കുമ്പോഴത്തേക്കും ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് അവളെ കയ്യിലേക്ക് കൊടുത്ത് കുഞ്ഞു പിന്നെ കളിച്ചിരുന്നങ്ങ് ഉറങ്ങി. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കുഞ്ഞുങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ വീണ്ടും ബസ്സിലേക്ക് കയറിയാണ് എയർപോർട്ടിലേക്ക് പോയത്. കുഞ്ഞുമണി അപ്പോഴൊക്കെയും ഫുൾ ഓണായിട്ട് എൻ്റെ കയ്യിൽ ഇരുന്ന് ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കാരണം കുഞ്ഞുമണിയും കുറച്ച് എക്സൈറ്റഡ് ആണ്. അവിടെയാണെങ്കിൽ കുഞ്ഞുമണിയുടെ അച്ചാച്ചനും അച്ചാമ്മയും പിന്നെ ഗോപാപ്പാപ്പനും മുത്തശ്ശിയും അമ്മാമ്മമാരും മാമന്മാരും കൊച്ചിച്ചന്മാരും അപ്പയും എല്ലാവരും കൂടി ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുമണിയെ ഇൻവൈറ്റ് ചെയ്യാൻ. അവിടുന്ന് പിന്നെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് പോയി എല്ലാവരെയും കണ്ട് കുഞ്ഞുമണിയും ഹാപ്പി, അവരെല്ലാവരും ഹാപ്പി. എന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഷിജോയുടെ വീട്ടിലേക്കും പോയി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീണ്ടും കുഞ്ഞുമണിയായിട്ട് ഇങ്ങനെ ഒരു ട്രാവൽ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്രാവലാണെങ്കിലും വെക്കേഷൻ ആയിരുന്നാലും ട്രാവൽ ആയിരുന്നാലും കുഞ്ഞുമണി ആയിരുന്നാലും നമ്മളായിരുന്നാലും ഒരുപോലെ എൻജോയ് ചെയ്തു.